കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിഷയം പലപ്പോഴും നമ്മൾ അവഗണിക്കാറുണ്ട്. എന്നാൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഡീറ്റെയിൽഡ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിരുന്നു. അത് എല്ലാവർക്കും പ്രയോജനമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. ദൈവസത്യത്തെ അടിസ്ഥാനമാക്കിയ ചിന്ത ജീവൻ നൽകും, അസത്യത്തെ അടിസ്ഥാനമാക്കിയ ചിന്ത നാശം കൊണ്ടുവരും. ആ സത്യം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ചുമതലയാണ്. അവഗണിക്കാൻ സാധിക്കാത്ത ഒരു കടമയാണ്. പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെയൊക്കെ ലൈഫില് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വന്നില്ലെന്നിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവഗണിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ബട്ട് ലെറ്റ് മീ റിമൈൻഡ് യു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇത് അങ്ങനെ അവഗണിക്കാവുന്ന വിഷയമല്ല. കാരണം നമ്മുടെ ചുറ്റിനും ലക്ഷക്കണക്കിന്, ജസ്റ്റ് മലയാളികളുടെ കാര്യം പറഞ്ഞാൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവരുടെ കെണിയിൽ പെട്ടുകിടക്കുകയാണ്. നിരീശ്വരവാദികൾ അവരെ തന്നെ നല്ലൊരു ഓമന പേരിലാണ് അറിയുന്നത്, യുക്തിവാദികൾ. ബട്ട് ആക്ച്വലി അവർ നിരീശ്വരവാദികളാണ്. നമ്മൾ ഈ ആത്മീക ജീവിതം ഒരു പോരാട്ടമാണെന്നുള്ളത് മനസ്സിലാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ ഫൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. തലമുറയിൽ യുക്തിവാദികൾ, കറക്റ്റ്ലി പറഞ്ഞാൽ നിരീശ്വരവാദികളുടെ കെണിയിൽപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ട്. ഈ നിരീശ്വരവാദികൾ പല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ ജസ്റ്റ് ഒരു ചോദ്യമാണ് ഇപ്പം ഈ ക്ലാസ്സസിൽ അല്ലെങ്കിൽ ഈ സീരീസിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ ആയിരുന്നോ? യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ ആയിരുന്നു എന്ന് ചരിത്രകാരന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നും മെയിൻ ലൈൻ ചരിത്രകാരന്മാർ അവർ യേശുക്രിസ്തുവിന്റെ എക്സിസ്റ്റൻസിനെ തള്ളി പറയുന്നില്ല. എന്നാൽ ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് ബ്രൂണോ ബോർ എന്നും പറഞ്ഞ ഒരു ജർമ്മൻ വ്യക്തി യേശുക്രിസ്തുവിന്റെ ഹിസ്റ്റോറിക്കൽ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്തു. ഇഷ്ടംപോലെ കാശുണ്ടായിരുന്ന ജർമ്മൻ യൂണിവേഴ്സിറ്റീസില് തന്റെ പുസ്തകങ്ങളുടെ ലക്ഷക്കണക്കിന് കോപ്പീസ് പ്രിന്റ് ചെയ്തു. 10,000 കോപ്പീസ് ഇന്ത്യയിലോട്ട് തന്നെ അയച്ചു. അക്കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചിരുന്നതുകൊണ്ട് ജർമ്മൻസ് യൂറോപ്യൻസ് ആണല്ലോ, ആര്യൻസ് ആണെങ്കിലും യൂറോപ്യൻ രാഷ്ട്രമായതുകൊണ്ട് അവർക്ക് ഇന്ത്യയിലോട്ട് അത് കടത്താന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇന്ത്യയിലുള്ള എല്ലാ അക്കാഡമിക് സ്ഥാപനങ്ങളിലും അവരുടെ പുസ്തകങ്ങൾ എഴുതി. ഞാൻ ആദ്യമായിട്ട് അവരുടെ പുസ്തകം കണ്ടത് മെഡിക്കൽ കോളേജ് ഇൻഡോറിലാണ്. മെഡിക്കൽ കോളേജും ബൈബിളുമായിട്ട് എന്ത് ബന്ധം? എന്നാൽ ബൈബിളിനെതിരെയുള്ള 100 പുസ്തകങ്ങൾ ഇൻഡോറിലുള്ള മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു. ഞാനത് കാണാൻ കാരണം 1985 മെഡിക്കൽ കോളേജിൽ ആവശ്യമില്ലാത്ത ബുക്സ് എല്ലാം അവരെ ഡിസ്കാർഡ് ചെയ്തു. അത് ഡിസ്കാർഡ് ചെയ്തപ്പം അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡന്റ് ഡോക്ടർ തോമസ്, ക്രിസ്ത്യൻ ബുക്സ് ആണല്ലോ എന്ന് കണ്ട് ലൈബ്രറിയൻ ഡിസ്കാർഡ് ചെയ്തതായിരുന്നോണ്ട് ലൈബ്രറിയന്റെ അനുവാദത്തോടെ ആ ബുക്സ് എല്ലാം എടുത്ത് മാറ്റിവെച്ച് ഞാനൊരു ക്യാമ്പിന് 85 ഇൻഡോറിൽ ഒരു ക്യാമ്പിന് ചെന്നപ്പം അച്ഛാ ഇത് എന്തെങ്കിലും പ്രയോജനമാണെന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് വളരെ പ്രയോജനമാണെന്നും പറഞ്ഞ് ഞാൻ ആ 10-100 ബുക്സിന്റെ കെട്ടിക്കൊണ്ട് ഗ്വാളിയറിൽ തിരിച്ചു പോയത്. അത് കഴിഞ്ഞാണ് ഈ വിഷയങ്ങൾ ഞാൻ അന്വേഷിച്ചു തുടങ്ങിയപ്പം ഈ കെട്ടുകണക്കിന് 10,000 ബുക്സ് ഇന്ത്യയിലുള്ള എല്ലാ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിലും അവരയച്ച് ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്തു. അതിന്റെ റിസൾട്ട് ഇന്ന് നാം കാണുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് ഞാൻ 2 സംഭവങ്ങൾ പറഞ്ഞു. എന്റെ സഭയിലുള്ള രാജന്റെ കാര്യം പറഞ്ഞു. ബുദ്ധിരാക്ഷസനായിരുന്നു, എന്നാൽ യേശുക്രിസ്തു ബൈബിളിൽ ഒരു ചരിത്ര പുരുഷനാണെന്ന് തനിക്ക് സംശയമായിരുന്നു. എന്റെ ഫാദർ ഫ്ലേവിയസ് ജോസിഫസിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചപ്പം ചരിത്ര പുരുഷനാണെന്ന് മനസ്സിലായി. താൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. രണ്ടാമത്തെ സംഭവം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഒരു ബ്രദർ എന്നെ പിടിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട്, ബ്രദറെ ഞാൻ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ കൂട്ടായ്മയിലായിരുന്ന എന്റെ മകൻ ഒരു നിരീശ്വരവാദിയോട് വാദപ്രതിവാദത്തിന് ഒടുവിൽ അവനിപ്പം നിരീശ്വരവാദിയായി മാറി. നമുക്കെല്ലാം വേർപാടുകാർക്കുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മൾ വാദപ്രതിവാദത്തിൽ വലിയ പാണ്ഡിത്യമുള്ളവരാണെന്ന്. അങ്ങനെയല്ല. നമ്മൾ പരസ്പരം വാദപ്രതിവാദത്തിൽ എക്സ്പേർട്സ് ആണെങ്കിലും വേർപാട് സമൂഹത്തിൽ നിന്ന്
നിരീശ്വരവാദികളുമായിട്ടും മുസ്ലിംസുമായിട്ടും വാദപ്രതിവാദത്തിന് പോയ ഒരു നല്ല ശതമാനം ആളുകൾ, നിരീശ്വരവാദികളും ദൈവമില്ലാത്തവരും, പിന്മാറ്റത്തിൽ പോയ സംഭവങ്ങളാണ് നാം കാണുന്ന. അതുകൊണ്ട് ആവശ്യമില്ലാതെ പോയി വാദപ്രതിവാദം ചെയ്യരുത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിളിന്റെ പുറത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ആൻസർ യെസ്. ബൈബിളിന്റെ പുറത്ത് നൂറുകണക്കിന് ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നൂറുകണക്കിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സസിൽ എടുക്കാൻ പോയാൽ അത് വളരെ ഹെവി ആയി തീരും. അതുകൊണ്ട് അതിൽ നിന്ന് ഏറ്റവും സെലക്ട് ചെയ്ത 40ഓ 50ഓ വ്യക്തികളെ കുറിച്ചായിരിക്കും ഈ ക്ലാസ്സസിൽ ഞാൻ പറയുന്നത്. അതിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മാരാ ബാർ സെറാപ്പിയൻ. ഈ പടത്തിൽ നിങ്ങൾ കാണുന്നതാണ് മാരാ ബാർ സെറാപ്പിയൻ. താന് 73 AD അടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി. സിറിയക്കാരനായിരുന്നു, സ്റ്റോയിക് ഫിലോസഫർ ആയിരുന്നു. ഈ ഗ്രീക്സിന് പല ഫിലോസഫീസ് ഉണ്ടായിരുന്നു, അതിലൊന്നായിരുന്നു സ്റ്റോയിസിസം. താൻ ഒരു സ്റ്റോയിക് ഫിലോസഫർ ആയിരുന്നു. അക്കാലത്ത് ഈ ഭരിച്ചവര് അവർക്ക് ഇഷ്ടമില്ലാത്ത ഫിലോസഫി അല്ലെങ്കിൽ ടീച്ചിങ്സ് ചെയ്യുന്ന എല്ലാവരെയും പിടിച്ച് ജയിലിലിടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ മാരാ ബാർ സെറാപ്പിയനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുമായിരുന്നു. ജയിലിൽ നിന്ന് താൻ തന്റെ മകന് ഒരു എഴുത്തെഴുതി. ആ എഴുത്തിൽ വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും താൻ യഹൂദന്മാരുടെ രാജാവായിരുന്നെന്നാണല്ലോ ക്രൂശിച്ച സമയത്ത് പറഞ്ഞ്, യഹൂദന്മാരുടെ രാജാവായിരുന്നെന്നും തന്നെ യഹൂദന്മാരെ വധിച്ചെന്നും അങ്ങനെ തന്നെ വധിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് ഈ വധിച്ച ആളുകൾക്കെതിരെ വലിയ ദൈവിക ന്യായവിധി ഉണ്ടായെന്നും ഈ കാര്യങ്ങളെല്ലാം മാർ സെറാപ്പിയൻ തന്റെ മകനോട് എഴുതിയ എഴുത്തിലുണ്ട്. താൻ ഒരു ക്രിസ്ത്യാനിയല്ലായിരുന്നു, യഹൂദനല്ലായിരുന്നു, സിറിയനായിരുന്നു, ഒരു സ്റ്റോയിക് ഫിലോസഫർ ആയിരുന്നു. ആ സ്റ്റോയിക് ഫിലോസഫർ, പടം ഒന്ന് മാറിപ്പോയി, അത് ക്ഷമിക്കണം. കറക്റ്റ് പടം തന്നെയാണ്, പേര് മാറിപ്പോയി. എനിവേ, ഇതാണ് സെറാപ്പിയൻ, മാർ സെറാപ്പിയൻ. പടം മാറിപ്പോയി. 73 AD താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായിട്ട് തന്റെ മകൻ എഴുതി എന്ന് മാത്രമല്ല, 1843 മാർ സെറാപ്പിൻ എഴുതിയ ആ എഴുത്ത് കണ്ടുപിടിച്ചത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഈ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള എഴുത്തുകൾ അക്കാലത്തുണ്ടായിരുന്ന പല ലൈബ്രറീസിൽ സ്റ്റോർ ചെയ്ത ആളുകൾ അത് മറന്നുപോയി. 1800-കളിലാണ് ഇങ്ങനെയുള്ള ബുക്സ് ഒക്കെ സെർച്ച് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മാരാ ബാർ സെറാപ്പിയന്റെ എഴുത്ത് കണ്ടുപിടിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് താൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റ് ഒരു വ്യക്തി താലസ്, ശമരിയക്കാരനായിരുന്നു. താൻ കുറെ ബുക്സ് എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്ന് ക്രിസ്ത്യാനിയല്ലായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന് മെഡിറ്ററേനിയൻ ലോകത്തിന്റെ ഹിസ്റ്ററി താൻ 3 വോള്യൂമിൽ എഴുതി. ആ 3 വോള്യൂം എഴുതിയതിൽ താൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ക്രൂശീകരണ സമയത്ത് ഉണ്ടായ ആ അന്ധകാരത്തെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഡേറ്റും പറയുന്നു. ആ ഡേറ്റ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വേദപുസ്തകത്തിൽ നാം കാണുന്ന ആ ഡേറ്റുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഈ താലസ് എഴുതിയത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി അത് ധാരാളം ആളുകൾ അവരുടെ ഹിസ്റ്ററിയിൽ അത് കോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സെക്സ്റ്റസ് അത് ഒരു എക്സാമ്പിൾ ആണ്. AD 221 സെക്സ്റ്റസ് ജൂലിയസ് ആഫ്രിക്കാനസ് എന്നും പറഞ്ഞ ഒരു ആള് അത് കോട്ട് ചെയ്തിട്ടുണ്ട്. ജോർജ് സെഞ്ചൽസ് എന്നും പറഞ്ഞ ആൾ അത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ പേരിന്റെ മോഡേണൈസ്ഡ് പേരാണ്. ആൻഡ് ഞാൻ ആദ്യമേ നിങ്ങളോട് മാരാ ബാർ സെറാപ്പിയന്റെ കാര്യം പറഞ്ഞെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും ആദ്യമേ എഴുതിയ വ്യക്തി താലസ് ആയിരുന്നു. താലസ് 49 52 AD ഇടയ്ക്കാണ് ഈ 3 വോള്യൂം എഴുതിയത്. 49 AD എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് കഷ്ടിച്ച് 14 വർഷം കഴിഞ്ഞാണ് താലസ് കർത്താവിന്റെ ക്രൂശിച്ച സമയത്തുള്ള ആ അന്ധകാരത്തെക്കുറിച്ച് പറയുന്നത്. ഏതാണ്ട് ഗോസ്പൽസ് എഴുതിയ അതേ സമയത്ത് ഈ സെക്യുലർ എഴുത്തുകാരൻ
കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞാണ് മാര ബാർ സെറാപ്പിയൻ പറഞ്ഞത്. ഞാൻ രണ്ടിന്റെ ഓർഡർ സംസാരിച്ച സമയത്ത് ഒന്ന് ചേഞ്ച് ചെയ്തു പോയി. ഇതാണ് സെറാപ്പിയൻ, ഇതാണ് താലസ്. താലസ് കർത്താവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് 14 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ കർത്താവിനെ കുറിച്ച് എഴുതി. മാര ബാർ സെറാപ്പിയൻ കർത്താവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് കഷ്ടിച്ച് 40 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് താൻ കർത്താവിനെ കുറിച്ച് എഴുതി എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ബലമായ തെളിവുകൾ സെക്യുലർ ഹിസ്റ്ററിയിൽ ഉണ്ട്. നാം അനുദിന ജീവിതത്തിൽ അത് വായിക്കാത്തതിന്റെ കാരണം ഇതൊക്കെ 2000 വർഷം പഴയ ഹിസ്റ്ററി ആയതുകൊണ്ടാണ്. പ്ലസ് ഒരു കോമൺ വിശ്വാസിക്ക് ഇതിന്റെ ആവശ്യം ഇല്ല. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വീട് വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി ഹോസ്റ്റലിൽ താമസിച്ച് അവരുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ അവരൊരായിരം ഡെവിൾസിന്റെ മധ്യേയാണ് ജീവിക്കുന്നത്. ആൻഡ് ഇവരിൽ പലർ നിരീശ്വരവാദികളാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചായിരുന്നു. എന്റെ ഒരു സ്നേഹിതന്റെ കുട്ടി 2 ആഴ്ച മുമ്പ് എന്നോട് വിളിച്ചു പറഞ്ഞു, എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഭയങ്കര നിരീശ്വരവാദിയാണ്, എന്നോട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും, അങ്കിളെ അതിന്റെ മറുപടി പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് മെയിൻ വിഷയം, അവർ ചർച്ച ചെയ്യുന്ന മെയിൻ വിഷയം ദൈവാസ്തിക്യമായതുകൊണ്ട് ദൈവാസ്തിക്യത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ആഴ്ചകളും കൊണ്ട് ഞാനും സനീഷും കൂടെ 3 ഇലക്ട്രോണിക് ബുക്സ് PDF ഫോമിലുള്ള ബുക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് 3ഉം അയച്ചു തരാം. മെസ്സേജ് എനിക്ക് അയക്കണം. ട്രാൻസ്മിഷന്റെ കാര്യം ഞാനാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർപ്പിക്കും. സോ എല്ലായിടത്തും നമ്മുടെ കുട്ടികളെ അവരുടെ വിശ്വാസം ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും ഫേമസ് വ്യക്തിയാണ് ഫ്ലേവിയസ് ജോസീഫസ്. ഫ്ലേവിയസ് ജോസീഫസ് AD 93ന്റെയും 94ന്റെ ഇടയ്ക്ക് കുറെ ബുക്സ് എഴുതി. അതില് ടെസ്റ്റിമോണിയം ഫ്ലേവിയാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്. ഇത് 93-94 AD എഴുതിയതാണ്. കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന അതേ നൂറ്റാണ്ടിൽ. ഫ്ലേവിയസ് ജോസീഫസിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. 1, താൻ ഒരു യഹൂദനായിരുന്നു. 2, താൻ ഒരു റോമൻ പൗരനായി മാറി. നമുക്ക് അങ്ങനെ ഒരു വ്യക്തി അറിയാം. പൗലോസ് യഹൂദനായി ജനിച്ചു, എന്നാൽ പൗലോസ് ഒരു റോമൻ പൗരനായിരുന്നു. ഫ്ലേവിയസ് ജോസീഫസ് ഒരു ഒരു യഹൂദനായിട്ട് ജനിച്ചെങ്കിലും ഒരു റോമൻ പൗരനായി മാറി എന്ന് മാത്രമല്ല, റോമൻസിന് വേണ്ടി താൻ യുദ്ധം നയിച്ച കൂട്ടത്തിലാണ്. താൻ യഹൂദന്മാരുടെ ഹിസ്റ്ററി, ആദാം തൊട്ടുള്ള ഹിസ്റ്ററി താൻ സ്വതന്ത്രമായിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ചരിത്രകാരന്മാര് ഫ്ലേവിയസ് ജോസീഫസിനെ ഒരു ചരിത്രകാരനായിട്ടാണ് ഇന്നും അംഗീകരിക്കുന്നത്. കാരണം വളരെയധികം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചിട്ടാണ് ജോസീഫസ് എഴുതിയത്. ഫ്ലേവിയസ് ജോസീഫസിന്റെ പുസ്തകം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ. ജോസീഫസിന്റെ ഞാൻ ജസ്റ്റ് കവർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ ആ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ബൈബിളിന്റെ 4 ഇരട്ടി വലുപ്പമാണ് അതിന്. ചെറിയ ഭൂതകണ്ണാടിയും കൊണ്ട് വായിക്കേണ്ട അക്ഷരത്തില് പബ്ലിഷ് ചെയ്തിട്ട് പോലും അത് ബൈബിളിനേക്കാൾ വളരെയധികം വലിയൊരു പുസ്തകമാണ്. അതുകൊണ്ട് ഇപ്പം മോഡേൺ എഡിഷൻസ് ഒക്കെ 2 വോള്യൂം 3 വോള്യൂം അല്ലെ 4 വോള്യൂം ആയിട്ട് അതിനെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ 4 വോള്യൂംസിൽ ഫ്ലേവിയസ് ജോസീഫസ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. കർത്താവ് ജീവിച്ച കാര്യവും, കർത്താവിനെ യഹൂദന്മാരെ അൺഫെയർ ആയിട്ട് കൊന്നുകളഞ്ഞ കാര്യവും, കർത്താവ് ഉയർത്തെഴുന്നേറ്റ കാര്യവും, കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുയായികൾ സംഖ്യയിൽ വളരെയധികമാണെന്നും അവർക്കെതിരെ ഇത്രയധികം പീഡനങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ അവരുടെ വിശ്വാസം ത്യജിച്ചില്ല എന്നുള്ള കാര്യം ഫ്ലേവിയസ് ജോസീഫസ് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ചും ഫ്ലേവിയസ് ജോസീഫസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഹിസ്റ്ററിയിൽ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ കാര്യങ്ങൾ ഹിസ്റ്റോറിയൻസ് എടുത്തു പറയുമ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ആക്യുറേറ്റ് ആണെന്നുള്ളത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെക്കുവാൻ വേണ്ടി നമുക്ക് പര്യാപ്തമായ തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള തെളിവുകൾ ഇഷ്ടം പോലെയാണ്, വിളക്കുമാടം പോലെയാണ്. അത് കണ്ടെത്തി വഴിയെ തെറ്റിയവർക്കും സംശയാലുക്കൾക്കും നമ്മൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ
ഇതൊക്കെ ഇനി ഏത് പുസ്തകത്തിൽ നിന്ന് വായിച്ച് എടുക്കാൻ സാധിക്കും? ഒന്ന്, ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അതിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. രണ്ട്, ദൈവം അനുവദിച്ചാൽ ഈ വർഷം തന്നെ ഇംഗ്ലീഷിൽ ജീസസ് ഔട്ട്സൈഡ് ദ ബൈബിൾ എന്നും പറഞ്ഞ് ഞങ്ങളുടെ പുസ്തകം 2-3 വോള്യൂമായിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിൽ സഭ ലീഡ് ചെയ്യാനോ ചെറുപ്പക്കാരെ ലീഡ് ചെയ്യാനോ യൂത്ത് മിനിസ്ട്രീസിലൊക്കെ, ചെറുപ്പക്കാരുടെ മിനിസ്ട്രീസിൽ ക്ലാസ് എടുക്കാൻ അവസരമുള്ള ആളുകൾ ഈ റിസോഴ്സസ് അത് നിങ്ങൾ വാങ്ങിച്ച് കയ്യിൽ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കിൻഡിൽ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കിൻഡിലിൽ ഇത് സിംഗിൾ വോള്യൂമായിട്ട് ഏതാണ്ട് 1200 പേജിലധികം വരുന്ന ഒരു സിംഗിൾ വോള്യൂമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ 3 പേരെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആദ്യത്തേത് താലസ്, ക്രിസ്ത്യാനിയല്ലായിരുന്നു. രണ്ടാമത്തേത് മാര ബാർ സെറാപ്പിയൻ, ക്രിസ്ത്യാനിയല്ലായിരുന്നു. മൂന്നാമത്തേത് ഫ്ലേവിയസ് ജോസിഫസ്, ക്രിസ്ത്യാനിയല്ലായിരുന്നു. ഇവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് തന്നിട്ടുണ്ട്. നാലാമത്തേത് ക്ലെമന്റ് ഓഫ് റോം. ക്ലെമന്റ് ഓഫ് റോം എന്ന് പറയാൻ കാരണം, റോമിൽ ജനിച്ചു, ഏതാണ്ട് AD 30 റോമിൽ ജനിച്ചു, ആൻഡ് AD 99 മരിച്ചു. അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ജനിച്ച് 1-ാം നൂറ്റാണ്ടിൽ തന്നെ മരിച്ച ഒരു വ്യക്തിയാണ്. താൻ ഒരു ക്രിസ്ത്യനായിരുന്നു. ആദ്യ തലമുറ അപ്പോസ്തലന്മാരുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആദ്യ തലമുറ അപ്പോസ്തലന്മാരുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഉള്ളത് കൊണ്ട് ക്ലെമന്റ് ഓഫ് റോം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അത് ഹിസ്റ്ററിയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിളിലുള്ള മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പറയാം, അത് നിങ്ങളുടെ മതഗ്രന്ഥമാണ്. മതഗ്രന്ഥത്തിന്റെ പുറത്തും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് റെക്കോർഡ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. ക്ലെമന്റ് ഓഫ് റോം പല ബുക്സ് എഴുതിയിട്ടുണ്ട്. അതില് നമുക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഫസ്റ്റ് ക്ലെമന്റ് ആൻഡ് സെക്കൻഡ് ക്ലെമന്റ് എന്നാണുള്ളത്. ക്ലെമന്റ് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ള രീതിയിൽ തന്റെ ഈ ലേഖനമല്ല, മാസീവ് ബുക്സ് ആണ്, അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. ആൻഡ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മുടെ മധ്യയുള്ള പലർ എഴുതുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ എഴുതിയതിൽ ഒന്നാണ് ക്ലെമന്റിന്റെ ഈ 2 ബുക്സ്. മറ്റു ബുക്സ് എഴുതിയെങ്കിലും ഫസ്റ്റ് ക്ലെമന്റ് ആൻഡ് സെക്കൻഡ് ക്ലെമന്റ് ഇത് വളരെ വൈഡായിട്ട് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് സർക്കുലേറ്റ് ചെയ്തിരുന്നു. കാരണം ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആക്യുറേറ്റ് റെക്കോർഡ് ആണെന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിരുന്നു. ക്ലെമന്റ് യേശുക്രിസ്തുവിന്റെ ഹിസ്റ്ററിയെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ സാക്രിഫൈസിനെ കുറിച്ചും വളരെ എഴുതുന്നു. ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന ആ തലമുറയിലും അത് കഴിഞ്ഞ് 1-2 തലമുറ വാമൊഴിയായിട്ട് തന്നെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ ആളുകളുടെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ വാമൊഴിയായിട്ട് ഒരു വ്യക്തിയെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആളുകൾ ഉടനെ അത് തെറ്റാണ് എന്നുള്ളത് ചൂണ്ടിക്കാട്ടും. ക്രിസ്ത്യ വിശ്വാസം AD 34 സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു AD 40 ആയപ്പോഴത്തേക്ക് ക്രിസ്ത്യാനികൾക്ക് ധാരാളം എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ എതിർപ്പുള്ള സമയത്ത് ക്രിസ്ത്യാനികളെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ 3 സെക്യുലർ എഴുത്തുകാർ എഴുതിയപ്പോൾ അതിലെന്തെങ്കിലും കാര്യം തെറ്റായിരുന്നെങ്കിൽ സെക്യുലർ ലോകം, അതുപോലെ ക്രിസ്ത്യാനികളെ എതിർക്കുന്നവർ അത് എഴുതിയില്ല. കാരണം ഇത് ചരിത്ര വസ്തുതയാണ്. യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നെന്നും യേശുക്രിസ്തു പല അത്ഭുതങ്ങൾ കാണിച്ചെന്നും യഹൂദന്മാർ പകയുടെ കാരണം കൊണ്ട് യേശുക്രിസ്തുവിനെ കള്ളത്തരത്തിൽ ഒറ്റിക്കൊടുത്ത് പിടിച്ചെന്നും അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ പ്രഷർ ഉപയോഗിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കൊല്ലിച്ചു കളഞ്ഞെന്നുള്ളത് അത് വളരെ വ്യാപകമായിട്ട് യഹൂദന്മാർക്കും യവനന്മാർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ ആ 3 എഴുത്തുകാരും 3 സെക്യുലർ എഴുത്തുകാരും പിന്നെ ക്ലെമന്റ് ഓഫ് റോം പറഞ്ഞതിനെ ആരും എതിർത്തില്ല.
എല്ലാവർക്കും അറിയാൻ വരുന്നത് സത്യമാണെന്നുള്ളത്. ഇതുപോലെ തന്നെ ഏതാണ്ട് AD 30 ജനിച്ച മറ്റൊരു വ്യക്തിയാണ് ഇഗ്നാഷ്യസ് ഓഫ് ആന്റിയോക്ക്. ഞാൻ ഓർപ്പിക്കട്ടെ, ക്ലെമന്റ് AD 30 ജനിച്ചതായിരുന്നു. ഇഗ്നാഷ്യസ് ഓഫ് ആന്റിയോക്ക് ഏതാണ്ട് AD 30 ജനിച്ചതാണ്. അപ്പൊ കർത്താവിന്റെ ആ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ജനിച്ചതാണ്. അതുകൊണ്ട് തന്റെ ചൈൽഡ്ഹുഡിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ഒരു വ്യക്തിയാണ്. പ്രോബബ്ലി ഇവർ രണ്ടുപേരും, ക്ലെമന്റ് ഓഫ് റോമും ഇഗ്നാഷ്യസ് ഓഫ് ആന്റിയോക്കും, കർത്താവിനെ മുഖാമുഖമായിട്ട് കണ്ടും കാണും. ഇഗ്നാഷ്യസ് ഓഫ് ആന്റിയോക്ക് ഏതാണ്ട് 100 വരെ 110 വരെ ജീവിച്ചു. താൻ ട്രാജൻ എന്ന് പറഞ്ഞ ചക്രവർത്തി ഭരിച്ച സമയത്താണ് ജീവിച്ചിരുന്നത്. ട്രാജന്റെ പേര് ഞാൻ എന്തുകൊണ്ടാ പറയുന്നത് അത് പിന്നെ വ്യക്തമാക്കുക. ഏതായാലും ട്രാജൻ എന്നുള്ള പേര് നിങ്ങൾ ഓർത്തിരിക്കണം. താന് അന്ത്യോക്യയില് ഒരു ബിഷപ്പായിട്ടും സെർവ് ചെയ്തു. ധാരാളം ബുക്സ് എഴുതി. ആദ്യ തലമുറയിലുള്ള ക്രിസ്ത്യാനികൾക്കുള്ള ഒരു പ്രത്യേകിച്ച് സഭ ലീഡ് ചെയ്ത ആളുകൾ ധാരാളം ബുക്സ് എഴുതിയായിരുന്നു. അതില് ഈ ഇഗ്നാഷ്യസ് ഓഫ് ആന്റിയോക്കിന്റെ 7 പുസ്തകങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ലെറ്റർ ടു എഫേഷ്യൻസ്, ലെറ്റർ ടു മാഗ്നേഷ്യൻസ്, ലെറ്റർ ടു ട്രാലിയൻസ്, ലെറ്റർ ടു റോമൻസ്, ലെറ്റർ ടു ഫിലഡൽഫിയൻസ്, ലെറ്റർ ടു സ്മിർനിയൻസ്, ലെറ്റർ ടു പോളികാർപ്പ് എന്നുള്ള പേര് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഈ ഹിസ്റ്ററിയിൽ നമുക്കറിയാവുന്ന ആളുകളുടെ ഒരു നെറ്റ്വർക്ക് വരുമ്പം ആ ഹിസ്റ്ററി ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് വ്യക്തമാകും. ഇഗ്നാഷ്യസ് കർത്താവിന്റെ കന്യകാ ജനനത്തെക്കുറിച്ചും ശരിയായ മനുഷ്യനെ പോലെയുള്ള ജഡത്തിൽ ജീവിച്ചവനായിരുന്നെന്നും കർത്താവ് മനുഷ്യരെ സഹിക്കുന്ന എല്ലാ പീഡകളും വേദനകളും സഹിച്ചെന്നും പൊന്തിയസ് പൈലേറ്റിന്റെ അണ്ടറില് ക്രൂശിക്കപ്പെട്ടെന്നും ഈ ജഡത്തിൽ തന്നെ ഉയർത്തെഴുന്നേറ്റെന്നും വ്യക്തമായിട്ട് തന്റെ ലേഖനങ്ങളിൽ, ശരിയായിട്ട് പറഞ്ഞാൽ തന്റെ ബുക്സിൽ പറയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഈ 5 എഴുത്തുകാര്, 5 ഞാൻ സെലക്ട് ചെയ്തതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അതല്ലാതെ ധാരാളമുണ്ട്. ഈ 5 സെലക്റ്റഡ് ആയിട്ടുള്ള എഴുത്തുകാര് ഇവർ വളരെയധികം ഫേമസ് എഴുത്തുകാരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ലേഖനങ്ങൾ സെലക്ട് ചെയ്തത്. ഇവർ 5 പേരും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 5 പേരും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹിസ്റ്റോറിസിറ്റിയെ കുറിച്ചും മറ്റ് പല വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ, ക്ലാസ് തീർന്നിട്ടില്ല, ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച 2-ാം നൂറ്റാണ്ടിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. എന്നാൽ അതിനു മുൻപ് പിന്നെയും ആവർത്തിച്ച് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസ് 3:15. 1 പത്രോസ് 3:15 നാം വായിക്കുന്നത്, കർത്താവായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശുദ്ധീകരിച്ച് വിശുദ്ധനായി എണ്ണിക്കൊള്ളുവീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവർക്കും ഉത്തരം പറവാനും എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. അത് സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ തന്നെ. നാം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന എല്ലാവരോടും, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവർക്കും, അല്ലെങ്കിൽ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവർക്കും നാം ഉത്തരം പറയണം. ബൈബിൾ പറയുന്നത് സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ തന്നെ. അത് ഞാൻ എന്തുകൊണ്ട് ഇപ്പം പിന്നെയും എടുത്തു പറയുന്നു? അതിനൊരു കാരണമുണ്ട്. നമ്മൾ വേർപാടുകാർക്ക് ആരെങ്കിലും ഒരു കാര്യം ബൈബിളിനെ എതിർത്ത് പറഞ്ഞാൽ അതിന് പ്രോപ്പർ മറുപടി പറയുന്നതിന് പകരം അവരോട് ഫൈറ്റ് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. എന്നാൽ അങ്ങനെ അറ്റാക്ക് ചെയ്താൽ നമ്മൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്ന സൗമ്യതയോടെ വേണം നമ്മൾ സംസാരിക്കുന്നത്, ഭയഭക്തിയോടെ വേണം നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ 3 എക്സാമ്പിൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ മുസ്ലിംസ് ക്രിസ്തീയ വിശ്വാസത്തെ വളരെയധികം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവർ ചോദിക്കുന്നതിന് മറുപടി പറയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മറുപടി പറയാൻ പോയ 3 വ്യക്തികളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഒരു യാക്കോബക്കാരനാണ്, ഒന്ന് ഒരു വേർപാടുകാരനാണ്, മൂന്നാമത്തേത് ഞാനായിരുന്നു. ഈ യാക്കോബക്കാരനായ സഹോദരൻ മുസ്ലിംസിനെ കുറിച്ച് വളരെ മോശമായിട്ട്, മുസ്ലിംസിന്റെ പ്രവാചകന്മാരെ കുറിച്ചും വളരെ മോശമായിട്ട് ഒരു പുസ്തകം എഴുതി, എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ സനീഷിന് കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഡോക്ടർ സനീഷ് പറഞ്ഞു, അയ്യോ ഇങ്ങനൊന്നും അല്ല അപ്പോളജറ്റിക്സ്, അല്ലല്ല ഞാൻ ഇങ്ങനെ എഴുതും, എനിക്ക് ആരെയും പേടിയില്ല, അതാ ഇതാ എന്നും പറഞ്ഞങ്ങ് വലിയ വീരവാദം
പുസ്തകമായിരുന്നു. ഒടുവിൽ സനീഷ് അത് എന്നെ കാണിച്ചു. ഞാനത് നോക്കിക്കഴിഞ്ഞ് ഞാനും പറഞ്ഞു, ഒരു കണ്ടീഷനിലും ഇത് ഈ നമ്മൾ സർക്കുലേറ്റ് ചെയ്യാൻ പാടില്ല, ഇത് പ്രിന്റ് ചെയ്യാൻ പാടില്ല, പബ്ലിഷ് ചെയ്യാൻ പാടില്ല, സർക്കുലേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഞാനും വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഏതാണ്ട് ഞാനും സനീഷും വെഡ്ഡികളാണെന്നുള്ള രീതിയിൽ പുസ്തകം പബ്ലിഷ് ചെയ്തു. പുസ്തകം പബ്ലിഷ് ചെയ്ത് നേരെ കൊണ്ടുപോയി മാന്യുസ്ക്രിപ്റ്റ് മുസ്ലിംസിന് കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി അവനെ കൊല്ലാൻ വന്നു. അവൻ എന്നിട്ട് ഓടി പോലീസിൽ പോയി. കുറെ സമയം പോലീസ് പ്രൊട്ടക്ഷനിൽ ജീവിക്കേണ്ടി വന്നു. ഇതിന്റെ ആവശ്യം എന്ത്? മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇതിന്റെ വാട്ട് ഈസ് ദ നീഡ്? ആവശ്യകത എന്ത്? നമ്മള് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത് അവരെ തെറി പറഞ്ഞല്ല, അവരുടെ പ്രവാചകനെ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞല്ല, അവരുടെ മതത്തെ പറഞ്ഞല്ല. അത് ബേസിക്കലി ജഡമാണ്, നമ്മുടെ ജഡമാണ് ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ഒരു വേർപാടുകാരനായിരുന്നു, നല്ലൊരു വാങ്മി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ജോൺസനെ, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുക, നീ പേടിച്ചു തൂറിയ, അതുകൊണ്ട് നീ അവരോട് വളരെ സോഫ്റ്റ് ആയിട്ടാ എന്നൊക്കെ മൂത്ത സഹോദരനാണ്, നീ അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് അവരോട് സംസാരിക്കുന്നത്. എനിക്ക് ഒരുത്തനെയും പേടിയില്ല, അതുകൊണ്ട് നോക്കിക്കോ, ഞാൻ ഈ പുസ്തകം എഴുതി, ഞാൻ പുസ്തകം റിലീസ് ചെയ്യും. ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്തു അത് റിലീസ് ചെയ്യരുതെന്ന്. താൻ സമ്മതിച്ചില്ല. ഒരാൾക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുത്തു, എഡിറ്റ് ചെയ്ത ആളത് ഒത്തിരിയൊക്കെ മയമാക്കി എടുത്തു. എന്നാലും അത് മറ്റുള്ളവരെ അപമാനിക്കുന്ന കാര്യമായിരുന്നു. പുസ്തകം പബ്ലിഷ് ചെയ്തു, പുസ്തകം റിലീസ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യാൻ ഓർഡർ വന്നു. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മുസ്ലിംസ് ഇളകി അറസ്റ്റ് ചെയ്യാൻ ഓർഡർ വന്നു. മാസങ്ങൾ ആ സഹോദരൻ ഒളിവിലായിരുന്നു. വാട്ട് ഈസ് ദ നീഡ്? ഇത് എന്ത് വിറ്റ്നസിംഗ് ആണ്, എന്ത് ടെസ്റ്റ് മണിയാണ്? ഇങ്ങനെയല്ല നമ്മൾ സുവിശേഷം ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്നും അവർ ചോദിക്കുന്നതിന് ന്യായമായ മറുപടി പറയണം, ഭയഭക്തിയോടെ വേണം, കേഴ്സിയോടെ വേണം എന്നുള്ള സ്റ്റാൻഡ് എടുത്ത കൂട്ടത്തിലാണ്. കേരളത്തിൽ മുസ്ലിംസിന്റെ ഏറ്റവും ഫെറോഷ്യസ് ആയിട്ടുള്ള ഡിബേറ്ററാണ് എം അക്ബർ. എം അക്ബറുമായിട്ട് ഞാൻ 2 പ്രാവശ്യം ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഏതാണ്ട് 42-43 വയസ്സായിരുന്നപ്പം, അന്ന് എനിക്ക് മലയാളമൊന്നും അറിയത്തില്ല. മറ്റൊന്ന് ഏതാണ്ട് 50 വയസ്സായപ്പം. അതിൻ്റെതായി പടം കാണിച്ചിരിക്കുന്നത്. എം അക്ബറുമായിട്ട് ആദ്യത്തെ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ വളരെ കേഴ്സിയോടെയാണ് ഡിബേറ്റ് ചെയ്തത്. ഇന്ന് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളതിൽ ഡോക്ടർ സനീഷ് അത് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. വളരെ കേർട്ടിയസ് ആയിട്ട് ഡിബേറ്റ് ചെയ്തു. ഡിബേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കോടതിയിൽ വിസ്തരിക്കുന്ന രീതിയിലാണ് ഞാൻ വിസ്തരിച്ചത്. ആ വീഡിയോ റിലീസ് ചെയ്യരുതെന്ന് മിസ്റ്റർ അക്ബർ എന്നോട് ആവശ്യപ്പെട്ടു. ചെയ്യത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അത് റിലീസ് ചെയ്തില്ല. എന്നാൽ പ്രൈവറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചിലർക്ക് കൊടുത്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ മലബാറിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. നിങ്ങൾ എം അക്ബറും തമ്മിലുള്ള ഡിബേറ്റ് ഞങ്ങൾ കണ്ടു. ഞങ്ങളൊരു ടീമാണ്. നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാൻ അറിയത്തില്ല, നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ എം അക്ബറും തമ്മിലുള്ള ആ ഡിബേറ്റിനെ പുച്ഛിച്ച് എന്നോട് വിളിച്ച് സംസാരിച്ചു. ഞങ്ങൾ ഡിബേറ്റ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദേഴ്സ്, ഇത് നമ്മൾ തമ്മിലുള്ള ഒരു മത്സരമൊന്നുമല്ല. ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്തോളാൻ പറഞ്ഞു. ഒടുവിൽ അവർ എം അക്ബറിനെ വിളിച്ചു. മലബാർ ഏരിയയിൽ ഡിബേറ്റ് നടന്നു. ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രത്തില് യാതൊരു പശ്ചാത്തലം ഇല്ലാത്ത അവര് സ്റ്റേജിൽ കയറി മുസ്ലിംസിനെയും അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തെയും അവരുടെ പ്രവാചകനെയും ആക്രമിച്ച് സംസാരിച്ചു. അവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഹിംസ നിറഞ്ഞ അറ്റ്മോസ്ഫിയറായി. അവരെല്ലാം തല്ലിക്കൊല്ലുമെന്നായി. അവരെല്ലാം സംഘാടകരെ പ്രസംഗിച്ച് ഒരു തലേ തുണിയിട്ട് ഓടിപ്പോയി അവിടുന്ന്. അധികം താമസിക്കാതെ അവിടുന്നുള്ള ചില സഹോദരന്മാർ എന്നെ വിളിച്ച് അറിയിച്ചു, ബ്രദറിനെ പുച്ഛിച്ചവരൊക്കെ ഇപ്പം പബ്ലിക്കിൽ എങ്ങ് ഇറങ്ങുന്നില്ല പേടിയും കൊണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് ഈ ഡിബേറ്റിന്റെ സംഘാടകർ വിളിച്ച് എന്നോട് ഒരു നുണ പറഞ്ഞു. ബ്രദറെ, ഞങ്ങൾ ഡിബേറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് വിഷയത്തിൽ വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ട് വേണ്ട രീതി സംസാരിക്കാൻ സാധിച്ചില്ല. ഞങ്ങളൊരു ഡിബേറ്റ് അറേഞ്ച് ചെയ്യാൻ, ബ്രദർ വന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, നോ താങ്ക് യു, എനിക്ക് സംസാരിക്കാൻ ദൈവം ആവശ്യത്തിന് പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. നിങ്ങള് അവിടെ എല്ലാം സ്പോയിൽ ചെയ്ത് കഴിഞ്ഞ് ആ ഹിംസ നിറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ വന്ന് നിങ്ങൾ ചെയ്തതിന്റെ ഞാൻ അനുഭവിക്കണം എന്നല്ലേ നിങ്ങൾ ഈ പറയുന്നതെന്ന് പറഞ്ഞ് അവരോട് ഗുഡ് ബൈ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞ് എം അക്ബർ രണ്ടാമതൊരു ഡിബേറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പെരുമ്പാവൂർ ഞങ്ങൾ രണ്ടുപേരും ഡിബേറ്റ് ചെയ്ത്, ഇത് അതിന്റെ പടമാണ്. ആ ഡിബേറ്റിൽ ഞാൻ സംസാരിക്കുന്ന പടമാണ്. ഈ രണ്ടാമത്തെ ഡിബേറ്റ്, ആദ്യത്തേത് മുഖാമുഖമായിട്ട് കോടതിയിൽ വിസ്തരിക്കുന്ന പോലെ ആയിരുന്നെങ്കിൽ, രണ്ടാമത്തെ ഡിബേറ്റ് ആദ്യമേ ഞാൻ വിഷയം അവതരിപ്പിച്ചു, രണ്ടാമത് അക്ബർ വിഷയം അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് അക്ബർ പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിച്ചു, ഞാൻ പറഞ്ഞതിനെ അക്ബർ ഖണ്ഡിച്ചു. അത് കഴിഞ്ഞ് പബ്ലിക്കിന് ചോദ്യം ചോദിക്കാൻ അവസരം
ഉത്തരം കൊടുത്തു. ആ രീതിയിലുള്ള വളരെ ഒരു കേർട്ടിയസ് അറ്റ്മോസ്ഫിയറിലായിരുന്നു. വേദോസ്തവം പറയുന്നത് പോലെ ഭയഭക്തിയോടെ ഞാൻ അവിടെ വിഷയം പ്രസന്റ് ചെയ്തു. വാട്ട് ഈസ് ദ റിസൾട്ട്? ആരും തല്ലാൻ വന്നില്ല, അവിടെ ഹിംസയൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് ഈ വീഡിയോ എടുത്ത് അവര് പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹൈ ക്വാളിറ്റി മെഷീൻസ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ക്യാമറാസ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്തത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ എനിക്ക് അയച്ചു തന്നു. ഞങ്ങൾ ഇത് റിലീസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. റിലീസ് ചെയ്തോളാൻ പറഞ്ഞു. അവർ റിലീസ് ചെയ്ത ആ മലയാളം വീഡിയോ 50 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു. ലേറ്റസ്റ്റ് ഞാൻ കണക്ക് നോക്കിയപ്പം അവർ പല ചാനൽസിൽ പോസ്റ്റ് ചെയ്ത് 50 ലക്ഷം ആളുകളിലധികം അത് വ്യൂ ചെയ്തിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ ചില സ്ഥലത്തൊക്കെ ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് ആളുകൾ വന്ന് ചോദിക്കുക, ഡോക്ടർ ജോൺസൺ അല്ലേ ഇത്? യെസ്. MM അക്ബറുമായിട്ടുള്ള ഡിബേറ്റ് കണ്ടു സാറേ, വളരെ ഇഷ്ടപ്പെട്ടു. ആ മുസ്ലിംസ് സ്നേഹത്തോടെ എന്നോട് സംസാരിക്കുന്നത്. നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ആളുകളോട് സംസാരിക്കുമ്പോൾ ഭയഭക്തിയോട് സംസാരിക്കണം എന്ന് ദൈവവചനം ആജ്ഞാപിക്കുന്നത് അവരെ വെറുപ്പിക്കാൻ വേണ്ടിയല്ല നാം സംസാരിക്കേണ്ടത്, അവരുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കാൻ വേണ്ടിയാണ്. അതില് ഒരു സംഭവം, എനിക്ക് 2 സംഭവങ്ങൾ മറക്കാൻ സാധിക്കത്തില്ല. ഒന്ന്, ഇവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റില് ഞാൻ ചെന്നപ്പോൾ ഒരാൾ ഓടി വന്നു. ഡോക്ടർ ജോൺസൺ അല്ലേ? അതെ, ഞാൻ മസ്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിമാണ്. സാറിന്റെ ഡിബേറ്റിന്റെ ഒരു CD എനിക്ക് കിട്ടി, വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ അവരുടെ ഹൃദയത്തെ കവർന്നെടുക്കുകയാണ് വേണ്ടത്, അല്ല അവരെ വെറുപ്പിക്കുകയല്ല. ഈ ഡിബേറ്റ് നടന്നു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വീടിന്റെ പുറത്ത് ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഞാൻ അത് കണ്ടിട്ടുള്ള, ഈ ഏരിയയിലുള്ള സൂപ്പർ മാർക്കറ്റ്സിൽ ഒരു നല്ല ശതമാനം മുസ്ലിംസിന്റെ ഓണർഷിപ്പാണ്. അവിടെ ജോലി ചെയ്യുന്നവര് മുസ്ലിംസ് ആണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നെ കാണുമ്പോഴത്തേക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കും. ആൻഡ് ഫൈനലി ഞാൻ കേട്ടു, ഒരാൾ പറഞ്ഞു, യെസ്, അത് ഡോക്ടർ ജോൺസൺ തന്നെയാണെന്ന്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ആളുകളുടെ ഹൃദയം കവർന്നെടുക്കാനാണ്. അല്ലാതെ മലബാറില് പോയി അടിയുണ്ടാക്കി തലേ തുണിയിട്ട് അവിടുന്ന് ഓടി മാർക്കറ്റിൽ പോലും ഇറങ്ങാൻ വയ്യാത്ത കണ്ടീഷൻ ആക്കി തീർത്തവരെ പോലെയോ, നീ പേടിച്ചു തൂറിയാന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് മാസങ്ങൾ ഒളിവിൽ പോയ സഹോദരനെ പോലെയോ അല്ല, ഞാൻ എഴുതും എന്ന് പറഞ്ഞിട്ട് പിന്നെ പോലീസ് പ്രൊട്ടക്ഷനിൽ ജീവിച്ച് ഇവരാരും സുവിശേഷം ഷെയർ ചെയ്യുകയല്ല. ഇവര് അപ്പോളജറ്റിക്സ്, ക്രിസ്തീയ ന്യായവാദ ശാസ്ത്രത്തിന്റെ പേരിൽ അക്രൈസ്തവരെയും നിരീശ്വരവാദികളെയും വെറുപ്പിക്കുകയാണ്. അത് ദൈവം അനുവദിക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഡിഫൻസ്, ബൈബിളിനെ കുറിച്ചുള്ള ഡിഫൻസ് ഭയഭക്തിയോടെയും സൗമ്യതയോടെയും മറ്റുള്ളവരെ അറിയിക്കാനാണ്. ആ വാക്യത്തിന്റെ ഞാൻ ഈ വായിച്ച പോർഷന് മുൻപ് വേറെ ഒരു കാര്യമുണ്ട്. കർത്താവായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശുദ്ധീകരിച്ച് വിശുദ്ധനായി എണ്ണിക്കൊള്ളുവീൻ. ഞാൻ ഒരു മോഡേൺ ട്രാൻസ്ലേഷനിൽ നിന്നാണ് വായിച്ചത്. അതിന്റെ കറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, ആ ഹൃദയത്തെ ഭരിക്കുന്ന വ്യക്തിയായിട്ടുള്ള സ്ഥാനം നൽകുകയും. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുവാണെങ്കിൽ നാം മറ്റുള്ളവരെ, അവരുടെ വിശ്വാസത്തെ തെറി വിളിക്കത്തില്ല. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറെ തെറി വിളിക്കുകയോ? യെസ്. നിങ്ങളൊന്നും കണ്ടിട്ടില്ല. ചില വേർപാടുകാര് ഡിബേറ്റിന് പോയി കഴിഞ്ഞാല് ഫേസ്ബുക്കിലൊക്കെ വളരെയധികം ഉണ്ട്, തെറി വിളിക്കുന്ന സംഭവമുണ്ട്. ഈ തെറി വിളിച്ച ആളുകൾ, അവർക്കിപ്പം എങ്ങ് ഇറങ്ങാൻ സാധിക്കത്തില്ല, അഡ്രസ് ഇല്ല, അവരെവിടാ താമസിക്കുന്നതെന്ന് ലോകത്തിൽ ആർക്കും അറിയത്തില്ല, ഒളിവിൽ നടക്കുവാണ്. സുവിശേഷം പ്രഖ്യാപിക്കുന്നവരോട് അതല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭരിക്കുമ്പോൾ ഏത് മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, ആ മനോഭാവത്തോടെ വേണം നമ്മുടെ വിശ്വാസത്തെ എതിർക്കുന്ന ആളുകളോട് നാം സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമൊക്കെ എടുത്ത സ്റ്റാൻഡാണ്, ഞാൻ വളരെ കേർട്ടിയസ് ആയിട്ട് സംസാരിക്കത്തുള്ളെന്ന്. അതുകൊണ്ട് ഞാൻ MM അക്ബറും തമ്മിൽ സംസാരിച്ച്, ഞാൻ ആക്ച്വലി ബൈബിളിന്റെ ദൈവികത എന്നുള്ള എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതവർ വീഡിയോ ആയിട്ട് ഇറക്കി 50 ലക്ഷം ആളുകൾ കണ്ടെന്ന് മാത്രമല്ല, എന്റെ അനുവാദത്തോടെ അതവരു പുസ്തകമായിട്ടും പബ്ലിഷ് ചെയ്തു. അത് 10,000 മുസ്ലിംസ് വാങ്ങിച്ചു വായിച്ചിട്ടുണ്ട്. ഒറ്റ ഒരു കാര്യമാണ് ഞാൻ ആ ഡിബേറ്റിൽ പറയുന്നത്, ബൈബിൾ സയന്റിഫിക്കലി ആക്യുറേറ്റ് ഒരു ഗ്രന്ഥമായതുകൊണ്ട് ബൈബിളിന്റെ ദൈവികത നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ. എന്റെ സ്ട്രോങ് പോയിന്റാണ്, ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിൾ ആൻഡ് സയൻസ് വളരെ കേർട്ടിയസ് ആയിട്ട് പ്രസന്റ് ചെയ്തു. 50 ലക്ഷം ആളുകൾ
ആ സന്ദേശം കേട്ടു. 10,000-കണക്കിന് ആളുകൾ ആ സന്ദേശം വായിച്ചു. ദാറ്റ് വാസ് മൈ സ്റ്റാൻഡ്. നിങ്ങളെ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മള് മറ്റുള്ളവരോട് വാദപ്രതിവാദം ചെയ്യുമ്പോൾ നമ്മുടെ രക്തം പെട്ടെന്ന് തിളയ്ക്കുന്ന കൂട്ടത്തിലാണ്, പ്രത്യേകിച്ച് വേർപാടുകാർക്ക്. അരുത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ വെറുപ്പിക്കാനല്ല, അവരുടെ മനസ്സിൽ നമുക്കെതിരെ ഹിംസ ഉണ്ടാക്കാനല്ല, സ്നേഹത്തിൽ, ഭയഭക്തിയോടെ, ബഹുമാനത്തോടെ സുവിശേഷം ഷെയർ ചെയ്യാനാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.